കേരള ജനതയോടൊപ്പമാണ് മോദിജി എന്ന് ഊന്നി പറയുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒരു ചുവടുവയ്പായിട്ട് തന്നെയാണ് ഈ വന്ദേ ഭാരത് ഇന്ന് കേരളത്തിന് നൽകിയിരിക്കുന്നത്. താങ്ക് യു മോദിജി. ഏറ്റവും കുറഞ്ഞ സമയത്ത് നമ്മുടെ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ പേരൻസിന് ഏറ്റവും ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും സമാധാനത്തോടു കൂടി നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂരിലേക്ക് പോകും. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോകാനും തിരിച്ചതേപോലെ വരാനും ഈ ഒരു സംരംഭം ഏറ്റവും വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുകയും അതേപോലെ ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്യാൻ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കരുതലാണിതെന്ന് ഞാൻ ഈ സമയത്ത് പറയുന്നു. നന്ദി മോദിജി. ആദ്യമായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മോദിജിക്ക് നമസ്കാരം. മോദിജി ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 100ന് 101% നടന്നിരിക്കും. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. വളരെ സുഖകരം. ഇത് ട്രെയിൻ പോടേണ്ട പോലും നമുക്ക് മനസ്സിലാവണില്ല. അത്ര നല്ല സുരക്ഷിതമാണ്. വന്ദേ ഭാരതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. വന്ദേ ഭാരതിൻ്റെ സ്പീഡും ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആരാധനയായ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി നമ്മുടെ കേരളത്തിൽ നൽകിയ സമ്മാനമാണ് ഈ വന്ദേ ഭാരത്. തീർച്ചയായിട്ടും എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒന്നാണ് ഈ വന്ദേ ഭാരത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം ഈ വന്ദേ ഭാരതിലൂടെ ലഭിക്കുന്നു. ഇന്ന് ബാംഗ്ലൂർക്ക് വിദ്യാർത്ഥികൾ ധാരാളം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ റെയിൽവേയുടെ ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗമായിട്ട് വന്ദേ ഭാരത് മാറും എന്ന് ഉറപ്പുണ്ട്.